ഈ പാലത്തായി കേസും അതിലെ നമ്മുടെ മുൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിൻ്റെ പ്രതിരോധവും പിന്നെ നമ്മുടെ ഹരീന്ദ്രൻ സഖാവിൻ്റെ വിശദീകരണവും വ്യാഖ്യാനവും അതിനെ ഹരീന്ദ്രൻ സാറിനെ സ്തുതിവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ മമ്പാട് വഹാബ് സഖാഫി ഉസ്താദിൻ്റെ പ്രസംഗവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും പുള്ളി കണ്ണാടി ഇട്ടും കണ്ണാടി ഇടാതെയുമൊക്കെ പറഞ്ഞും വെളുപ്പിച്ചും തേച്ചും ഒക്കെ ഇത് മുന്നോട്ട് പോകുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ രത്നകുമാർ എന്ന ഈ കേസ് ഒടുവിൽ അന്വേഷിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു കുറിപ്പ് വായിച്ച ശേഷം ഞാൻ എൻ്റെ ഒരടുത്ത മാധ്യമ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമൊക്കെയായ അജിത് ശ്രീനിവാസന് ഇത് അയച്ചു കൊടുത്ത ശേഷം ഞങ്ങൾ തമ്മിൽ പിന്നീട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ എല്ലാത്തിലും ശുഭപ്രതീക്ഷയും എല്ലാത്തിലും വളരെ പോസിറ്റീവ് ചിന്താഗതിയും പുലർത്തുന്ന അദ്ദേഹം ഈ വാക്കുകൾ മുഴുമിപ്പിക്കാനാവാതെ വല്ലാതെ വേദനയോടെ എന്നോട് സംസാരിച്ച അപൂർവ നിമിഷങ്ങളായിരുന്നു ആ ടെലിഫോൺ സംഭാഷണം. എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഒരുപാട് പീഡന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പീഡന കേസുകളിലൊക്കെയും ഈ സ്കൂൾ അധ്യാപകർ, മദ്രസ അധ്യാപകർ, മോട്ടിവേഷൻ ആളുകൾ, പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന ശിശു വിദഗ്ധർ, പിന്നെ കോച്ചുമാർ, ചായക്കടക്കാർ, പെട്ടിക്കടക്കാർ ഒക്കെ അടക്കമുള്ള ധാരാളം ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവരെ പലരെയും വിചാരണ ചെയ്തിട്ടുണ്ട്, അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ചിലത് ശരിയല്ല എന്ന് കണ്ടിട്ട് വെറുതെ വിട്ട അപൂർവം സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സംഭവങ്ങളിലൊന്നും കാണാത്തതുപോലെ ഒരു ആസൂത്രിതമായ വ്യാഖ്യാനങ്ങളും അതിൻ്റെ ഒരു പ്രതിരോധവും അതിൻ്റെ വ്യത്യസ്തമായ ചർച്ചകളും ഒക്കെ കണ്ടപ്പോൾ ഈ അജിത്തേട്ടൻ പറയുമായിരുന്നു, പുള്ളി ഒരിക്കലും വിചാരിച്ചില്ല പെൺകുട്ടി ഇങ്ങനെ വേറൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ വേറൊരാളായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ജാതി തിരക്കിയിട്ടേ ഇല്ല, അദ്ദേഹം അത്തരക്കാരനായ ഒരാളുമല്ല. പക്ഷേ ഇത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യർക്കും മലയാളിക്കും ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഭീകരവും ദാരുണവുമായ ഒരവസ്ഥയിലേക്കാണല്ലോ കേരളം ഇത്തരം കാര്യങ്ങളിൽ പോലും പോകുന്നത് എന്ന് ചിന്തിച്ചു പോയി. ഒരു 10.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാലുകളിലൂടെ രക്തം ചാലിട്ടൊഴുകുക, അത് മാറ്റാൻ പാടുകൊടുക്കുക, അധ്യാപകർ തന്നെ പാടുകൊടുത്തു എന്ന് സമ്മതിക്കുക, പിന്നെ അതെല്ലാം കൂടാതെ ഈ പറഞ്ഞതുപോലെ ആ കുട്ടി അതിന് മുമ്പോ അതിന് ശേഷമോ മെച്യൂരിറ്റിയായി മെൻസസ് ആയിട്ടില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതുക, ആ പീഡനത്തിൻ്റെ പാടുകളും വേദനകളും മുറിവുകളും ആ കുഞ്ഞിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാവുക, ഇതൊക്കെയും അക്കമിട്ടാണ് ഈ രത്നകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതുന്നത്. ഒരു റഹീം വന്നിരുന്നു വെളുപ്പിക്കാൻ. ഇപ്പോൾ വെളുപ്പിക്കലുകാരെ കിട്ടുന്നതിന് ഒരു മടിയില്ലല്ലോ. വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ വേണ്ടി പോക്സോ കേസ് ദുരുപയോഗം ചെയ്യുന്ന കഥകളുമായി എത്തിയിരുന്നു. പിന്നെ ഷാബു പ്രസാദ്, പ്രതീഷ് വിശ്വനാഥ്, കൃഷ്ണരാജ തുടങ്ങിയ നാറികളൊക്കെയും ഇതിനെ ഈ പാലത്തായി പാപ്പാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. നിനക്കൊക്കെ ആത്മാർത്ഥമായെന്ന് പ്രാർത്ഥിക്ക്. ഈ കുഞ്ഞ് നിരപരാധിയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോയതിൻ്റെ ശിക്ഷ ഞങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ തരണേ ദൈവമേ എന്നൊന്ന് പ്രാർത്ഥിച്ചൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ കുഞ്ഞ് നിരപരാധിയാണെങ്കിൽ മതി, യഥാർത്ഥ അതിജീവിതയാണെങ്കിൽ മതി, ഇരയാണെങ്കിൽ മതി. അങ്ങനെ കൂടി പറയണം നീയൊക്കെ. കാരണം നീയൊക്കെ മനുഷ്യഗണത്തിൽ വരുന്നവരാണോ എന്ന് പോലും സംശയിക്കേണ്ട നിലയിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളും പ്രതിരോധങ്ങളും തീർത്തത്. കൃഷ്ണദാസൊക്കെ പറഞ്ഞെന്താ, ഷാബു പ്രസാദ് പറഞ്ഞ കേട്ടില്ലായിരുന്നു. വളരെ എന്തൊരു മാന്യനായിട്ടാണ് ഇയാളൊക്കെ ഈ ചാനലിൽ വന്നിരുന്ന് ചമയുന്നത്. പിന്നെ ഇതെല്ലാം കൂടാതെ അപ്പോഴേക്കും ഹരീന്ദ്രൻ സഖാവിൻ്റെ വിശദീകരണം എത്തി. ഉസ്താദന്മാർ ചെയ്തപ്പോൾ SDPIക്കാർ, ലീഗുകാർ എവിടെയായിരുന്നു? ഉടനെ അതിന് വെള്ള പൂശാനായിട്ട് ബക്കറ്റും പെയിൻറ്റുമായിട്ട് ഉടൻ തന്നെ വഹാബ് സഖാഫി മമ്പാടുന്ന് രംഗത്തിറങ്ങുന്നു. എല്ലാവരോടും പറയുക, ഈ കുഞ്ഞിൻ്റെ പീഡനത്തിൻ്റെ കുറിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പോലീസ് ഓഫീസറുടെ വായിച്ചപ്പോൾ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇട്ടോ, എന്നാലും ഇട്ടോ, അല്ലെങ്കിൽ എന്നിരിക്കട്ടെ തുടങ്ങിയ വാക്കുകളൊക്കെ ചേർത്ത് ഇതിനെ ഏതെങ്കിലും തരത്തിൽ ലൈറ്റാക്കാൻ ശ്രമിച്ചാൽ ഏത് ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ വിശ്വസിക്കുന്ന ദൈവമായാലും നിന്നെയൊന്നും വെറുതെ വിടൂല്ല. അത്ര കൃത്യമാണ് ആ പീഡനം, അത്ര ക്രൂരമാണ് ആ കുഞ്ഞിനോട് ചെയ്തത്. ദേ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിച്ചു നോക്കും. ബഹുമാന്യനായ റിട്ടയർഡ് DYSP, സ്വന്തം ബാച്ചുകാരനെ വെള്ളപൂശാനുള്ള അങ്ങയുടെ ശ്രമത്തെ അഭിനന്ദിക്കാതെ തരമില്ല. വെറും കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാവരുത് എന്ന് മാത്രം. ഈ കേസിൻ്റെ ഫയൽ പാനൂർ സ്റ്റേഷനിലുണ്ടാവും.
ഒന്ന് പോയി ചെന്നൊന്ന് ഇരുത്തി വായിക്ക്. ഇതിൻ്റെ FIR മുതൽ കുറ്റപത്രം വരെ, എന്നിട്ടാവാം ഒരു നിഗമനത്തിലെത്തുന്നത്. താങ്കൾക്ക് മനസ്സിലാവാൻ മാത്രം വസ്തുതകൾ ചുരുക്കിയ രൂപത്തിൽ കുറിക്കുന്നു. 1. അതിജീവതയുടെ മൊഴി 10-ലേറെ തവണ രേഖപ്പെടുത്തി. അതിജീവത എന്ന് പറയുന്നത് 10.5 വയസ്സുള്ള ഈ മോളാണ്, ഓർമ്മ വേണം നിങ്ങൾക്ക്. എല്ലാ മൊഴിയിലും പ്രതി ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ച കാര്യം പറയുന്നുണ്ട്. F1 മൊഴിയിലെ ബാത്റൂമിൽ വെച്ചെന്നും കൊളുത്തുള്ള മുറിയെന്നും, തുടർന്നുള്ള എല്ലാ മൊഴികളിലും പെൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ എതിർവശത്തുള്ള അധ്യാപകർ ഉപയോഗിക്കുന്നതും കൊളുത്തുള്ളതും ക്ലോസറ്റുള്ളതുമായ ബാത്റൂമിൽ വെച്ചാണ് സംഭവം എന്ന് പറയുന്നുണ്ട്. F1 മൊഴിയുടെ ഉൾപ്പെടെ ഒരു മൊഴിയിലും പെൺകുട്ടികളുടെ ബാത്റൂമിൽ വെച്ചാണ് സംഭവമെന്ന് കുട്ടി പറയാതിരുന്നിട്ടും നിർഭാഗ്യവശാൽ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയതും സംഭവസ്ഥല മഹസർ തയ്യാറാക്കിയതും. 2. 164 CRPC പ്രകാരം കോടതി രേഖപ്പെടുത്തിയ മൊഴിയിലും പ്രതി പീഡിപ്പിച്ച കാര്യം അതിജീവത ആവർത്തിച്ചു പറയുന്നുണ്ട്. 3. സഹവിദ്യാർത്ഥിയുടെ മൊഴിയിലും കുട്ടി കോടതിയിൽ 164 CRPC പ്രകാരം നൽകിയ മൊഴിയിലും അതിജീവതയുടെ കൂടെ ബാത്റൂമിൽ പോയതായും പ്രതിയെ അവിടെ കണ്ടതായും തന്നോട് ക്ലാസ്സിലേക്ക് പൊയ്ക്കൊള്ളാൻ പ്രതി പറഞ്ഞുവെന്നും ശേഷം അതിജീവതയും പ്രതിയും മാത്രമേ ബാത്റൂമിനടുത്തുണ്ടായിരുന്നുള്ളൂ എന്നും മൊഴി നൽകുന്നുണ്ട്. 4. അതിജീവതയ്ക്ക് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് നടന്നതായി മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. 5. അതിജീവതയ്ക്ക് ക്ലാസ് ദിവസം ബ്ലീഡിംഗ് ആയതായും പാഡ് മാറ്റി നൽകി എന്നും ടീച്ചറുടെയും സഹപാഠികളുടെയും മൊഴികൾ അതോടൊപ്പം മറ്റ് അധ്യാപകരും മൊഴി നൽകുന്നു. 6. അതിജീവതയ്ക്ക് അതിനു മുമ്പുള്ള മാസങ്ങളിലും ശേഷമുള്ള മാസങ്ങളിലും മെൻസസ് ആയിട്ടില്ലെന്ന് സാക്ഷിമൊഴികളും തെളിവുകളും. അതിജീവത 10 വയസ്സുള്ള കുഞ്ഞാണ് പീഡനത്തിനിരയായത്, മറന്നുപോകണ്ട. 7. ബ്ലീഡിങ്ങിനെ തുടർന്ന് വസുമതി ഡോക്ടറെ കണ്ട് ചികിത്സ നേടി. ഗൈനോക്കോളജിസ്റ്റിനെ കാണാൻ ശുപാർശ ചെയ്തു. പീഡന സമയത്ത് കുട്ടിക്ക് 10.5 വയസ്സ്. 9. പ്രതിയുടെ പൊട്ടൻസി ടെസ്റ്റ് പോസിറ്റീവ്. 10. കുട്ടിക്ക് സൈക്കിക് പ്രോബ്ലം ഒന്നുമില്ല എന്ന സർട്ടിഫിക്കറ്റ്. LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്ത 18 കുട്ടികളിൽ ഉൾപ്പെട്ട കുട്ടി. 11. അധ്യാപകർ ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ വാതിൽ തുറന്നാൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ വാതിലും തമ്മിൽ പരസ്പരം മുട്ടുന്ന തരത്തിൽ അത്രയും അടുത്തും പരസ്പരം മുഖാമുഖവുമാണ്. ഇനി പറയുന്നത് പ്രതിയുടെ ഭാഗത്തെ വാദഗതികളാണ്. 2019 ഡിസംബർ മാസം പൗരത്വ ബില്ലിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം എതിർത്തു. കേസിൻ്റെ അടിസ്ഥാനം ഈ സംഭവം, അതിനെ തുടർന്നുള്ള ഗൂഢാലോചനയുമാണ്. വാദിഭാഗം വാദഗതികൾ. 1. ഈ മാസം തന്നെ PTA മീറ്റിംഗ് ചേർന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അതിനെ തുടർന്ന് ആരും TC വാങ്ങിപ്പോയിട്ടില്ല. മേൽ വിഷയം അവിടെ അവസാനിച്ചു. 2. അതിജീവത അഥവാ ഈ മോള് സംഭവം ആദ്യം വെളിപ്പെടുത്തുന്നത് 3 മാസത്തിന് ശേഷം ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ച് ബന്ധുവിൻ്റെ കുട്ടിയുമായി കളിക്കുന്ന സമയം 16/3/2020 7:30 മണിക്ക്. ഇത് കേട്ട ബന്ധുവായ കുട്ടിയുടെ ഉമ്മ അതിജീവതയോട് വിശദമായി ചോദിക്കുന്നു. കുട്ടി ബാത്റൂമിൽ വെച്ചുണ്ടായ പ്രതിയുടെ പീഡന വിവരം പറയുന്നു. ബന്ധുവായ കുട്ടിയുടെ ഉമ്മ അവരുടെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ ഫോണിൽ വിളിച്ച് ഈ സംഭവം അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. തൻ്റെ മക്കളുടെ TC ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഫോൺ വിളിച്ചതിന് CDR രേഖകൾ തെളിവ്. കേസ് ഗൂഢാലോചനയുടെ ഭാഗമായി അല്ല എന്നും തീർത്തും യാദൃച്ഛികമാണ് സംഭവം വെളിച്ചത്ത് വന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്നുവെച്ചാൽ പൗരത്വ ഭേദഗതിയുടെ പോസ്റ്റിട്ട ഡേറ്റും കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം വളരെ സ്വാഭാവികമായാണ് ഈ കുട്ടി ഇത് വെളിപ്പെടുത്തുന്നത്. 3. അതിജീവതയെ വൈദ്യപരിശോധന നടത്തുന്നത് 18/3/2020 തീയതിയിലാണ്. സെക്ഷൽ അസാൾട്ട് നടന്നുവെന്ന് പരിശോധനയുടെ മാത്രമാണ് മനസ്സിലാകുന്നത്. ഗൂഢാലോചനക്കാർക്ക് ഈ വിവരം മുൻകൂട്ടി ലഭിക്കില്ല. 4. ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പ്രവാസി അയാളുടെ ഉപ്പയില്ലാത്ത മരുമകളെ ബലിയാടാക്കാനുള്ള ഒരു സാഹചര്യവും ഒരന്വേഷണത്തിലും കാണുന്നില്ല. ഇയാൾക്ക് ഏതെങ്കിലും മതരാഷ്ട്രീയ സംഘടനകളുമായി ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനോ മതപരമായ ലാഭത്തിനോ വേണ്ടി ആരെങ്കിലും തങ്ങളുടെ പെൺമക്കളെ മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ ബലാത്സംഗം ചെയ്തു എന്നൊരു കളവായ ആരോപണം ഉന്നയിക്കുമെന്നത് തീർത്തും അവിശ്വസനീയമായ സംഗതിയാണ്. ഇനി പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ. ക്ലാസ് മുറിയിൽ നിന്നും 2.5 മീറ്റർ അകലം മാത്രമുള്ള ബാത്റൂമിൽ ക്ലാസ് സമയത്ത് ഇങ്ങനെ ഒരു പീഡനം നടക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് കയ്യും വായും കെട്ടി. വാദിഭാഗം വാദഗതികൾ. ക്ലാസ് മുറി സ്റ്റേജിൻ്റെ മുകളിലാണ്. 2.5 മീറ്റർ അകലം മാത്രമല്ല 2 മീറ്ററോളം താഴ്ചയിലുമാണ് ബാത്റൂമുകൾ. ക്ലാസ്സിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും ജനൽ വഴി ബാത്റൂമുകളുടെ മേൽക്കൂര മാത്രമേ കാണുകയുള്ളൂ.
ഡെമോ ക്ലാസ് ചിത്രീകരിച്ച് സംശയരഹിതമായി അത് തെളിയിച്ചു. അതിജീവത നിലവിളിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. കുട്ടിക്ക് സമ്മതമായിരുന്നു എന്ന് പിന്നീടുള്ള മൊഴിത്തെളിവുകൾ. ആദ്യ സംഭവം അറിഞ്ഞ ബന്ധുവായ കുട്ടിയുടെ ഉമ്മ, അതായത് ഇളയുമ്മ, നിനക്കൊച്ച വെച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സമ്മതത്തോടെയാണ് അപ്രകാരം ചെയ്തതെന്ന് ബന്ധുവായ കുട്ടിയുടെ ഉമ്മ ധരിക്കുമെന്ന് കരുതി വായിൽ തുണി കയറ്റിയെന്നും കൈകൾ കെട്ടിയെന്നും കുട്ടി തന്നെ പറയുന്നുണ്ട്. ബന്ധുവായ കുട്ടിയുടെ ഉമ്മ നിനക്കൊച്ച വെച്ചുകൂടെ എന്ന് ചോദിച്ചതുകൊണ്ടാണ് അങ്ങനെ മൊഴി നൽകിയത്. 2. അധ്യാപകർ ഉപയോഗിക്കുന്ന ബാത്റൂം പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമും മുഖാമുഖവും 1 മീറ്റർ അകലം മാത്രമാണുള്ളത്. അവിടെ പ്രതിയെയും അതിജീവതയെയും ഒരുമിച്ച് കണ്ടാലും സംശയിക്കാൻ സാധ്യതയില്ല. 3. FIRൽ അതിജീവത ബാത്റൂമെന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ കേസന്വേഷണം തുടങ്ങുന്ന ആദ്യ ദിവസത്തെ മൊഴിയിൽ തന്നെ പെൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ എതിർവശത്തുള്ള ബാത്റൂമിൽ വെച്ചാണെന്നും അതിന് കൊളുത്തുണ്ടെന്നും ക്ലോസറ്റുണ്ടെന്നും തുടർന്നുള്ള മൊഴികളിൽ ഈ കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാ മൊഴികളിലും അധ്യാപകർ ഉപയോഗിക്കുന്ന ബാത്റൂമെന്ന് മൊഴിയുള്ളതിനാലാണ് ആ മുറി കുറ്റപത്രം സമർപ്പിച്ച ലാസ്റ്റ് ടീം പരിശോധിച്ചതും മഹ്സർ തയ്യാറാക്കിയതും. ഈ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയതാവട്ടെ ആദ്യ അന്വേഷണ സംഘമാണ് താനും. എന്നുവെച്ചാൽ അവസാനം അന്വേഷണം നടത്തിയവരല്ല ഈ മൊഴിയെടുത്തത്, ആദ്യം അന്വേഷണം നടത്തിയവരാണ് ഈ മൊഴിയെടുത്തത്. എന്നിട്ടവർ കുട്ടി പറഞ്ഞ ബാത്റൂം പരിശോധിക്കാതെ വേറെ ബാത്റൂം പരിശോധിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അടുത്തത്, എതിർവശത്തുള്ള ബാത്റൂം ക്ലാസ് മുറിയിൽ വെച്ച് ഒരു വിധത്തിലും കാണാൻ കഴിയില്ല. 5. സ്കൂൾ ബിൽഡിങ്ങിൻ്റെ പിറകിലുള്ള ബാത്റൂമിൽ ആരൊക്കെ പോകുന്നുവെന്ന് സ്റ്റാഫ് റൂമിൽ നിന്നോ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ നിന്നോ കാണാൻ കഴിയില്ല. അത്രയും അകലെ സ്റ്റേജുള്ള ബിൽഡിങ്ങിൻ്റെ പിറകിലാണ് ബാത്റൂം. ഇനി പ്രതിഭാഗം വാദങ്ങൾ. കുട്ടി പറയുന്ന ദിവസം പ്രതി സ്ഥലത്തില്ല. വാദിഭാഗം വാദഗതികൾ. ചൈൽഡ് ലൈനിൽ ആദ്യം ചോദിക്കുന്ന സമയം കുട്ടി ദിവസമോ മാസമോ പോലും പറഞ്ഞിട്ടില്ല. FIR CCTNSൽ ചേർക്കുന്ന തീയതി വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് കുട്ടി തീയതികൾ പറഞ്ഞതെന്ന് F1 മൊഴി രേഖപ്പെടുത്തിയ സാക്ഷി പറഞ്ഞു. കുട്ടി പറഞ്ഞ 3 തീയതികളിൽ ഒരു ദിവസം അധ്യാപകൻ സ്കൂളിലുള്ളതായി CDR രേഖകൾ തെളിവ്. 4. പ്രതി 10 ദിവസത്തെ അവധി എടുത്തിട്ടുണ്ട്. നാളെ മുതൽ ദീർഘകാല അവധിയിലാണെന്ന് സഹപ്രവർത്തകരോടോ ഹെഡ് മാസ്റ്ററോടോ പറഞ്ഞിട്ടില്ല. അവധിക്ക് അപേക്ഷയും നൽകിയിട്ടില്ല. പെട്ടെന്ന് സഹോദരിക്ക് അസുഖം മൂർച്ഛിച്ച് പോയതാണെന്നും കാണുന്നില്ല. 5. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ മറ്റൊരു സഹോദരൻ ഇരിക്കെ ആശുപത്രിയിൽ നിന്ന് പോകാൻ 10 ദിവസം പ്രതി ആശുപത്രിയിൽ തന്നെ നിന്നത് തന്നെ സംഭവം കുട്ടി വെളിപ്പെടുത്താൻ ഇടയുണ്ടെന്ന് ചിന്തയിലാണെന്ന് സംശയിക്കാം. എന്നുവെച്ചാൽ ഈ സംഭവം നടന്നു പിന്നെ 10 ദിവസത്തേക്ക് അധ്യാപകൻ സ്ഥലത്തില്ല. പ്രതിഭാഗം വാദങ്ങൾ. കുട്ടി ഇടയ്ക്കിടെ സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ടെന്ന് മൊഴി പറയുന്നു. എന്നാൽ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രകാരം കുട്ടി എല്ലാ ദിവസവും പ്രസൻ്റായി കാണുന്നു. വാദിഭാഗം വാദങ്ങൾ. ഈ കുട്ടി മാത്രമല്ല, സ്കൂളിലെ എല്ലാ കുട്ടികളും 99% പ്രസൻ്റ് ആക്കിയിട്ടാണ് രജിസ്റ്ററിൽ കാണുന്നത്. കുട്ടികൾ വന്നില്ലെങ്കിലും സൗജന്യ അരി തുടങ്ങിയ സഹായങ്ങൾ ലഭിക്കുന്നതിനായി എല്ലാവരെയും പ്രസൻറ്റ് രേഖപ്പെടുത്താറുണ്ടെന്ന് ഹെഡ് മാസ്റ്ററുടെ മൊഴി. അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കി മാത്രം കുട്ടി സ്കൂളിൽ ഹാജരുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്നും മൊഴി. പ്രതിഭാഗം വാദങ്ങൾ. അതിജീവതയുമായി പ്രതിക്ക് പ്രത്യേകമായ ഒരു ബന്ധവുമില്ല. വാദിഭാഗം വാദങ്ങൾ. 7/2/2020 വെള്ളിയാഴ്ച സ്കൂൾ പ്രവൃത്തി ദിവസം 12:04 മണിക്ക് അതിജീവതയുടെ ഉമ്മയുടെ ഫോണിലേക്ക് 110 സെക്കൻഡ് പ്രതി വിളിച്ച് സംസാരിച്ചു. CDR രേഖകളുടെ തെളിവ്. 2. അന്നേ ദിവസം ഈ സ്കൂളിൽ ഈ കാലത്ത് പഠിച്ച മറ്റൊരു കുട്ടിയുടെയും രക്ഷിതാവിനെ പ്രതി ഫോണിൽ വിളിച്ചിട്ടില്ല. CDR ശേഖരിച്ചത് കുറ്റപത്രം നൽകിയ ടീമല്ല. എന്നാൽ ഇങ്ങനെ ഒരു കോൾ കണ്ടതായി പോലും താങ്കൾക്ക് വിവരം തന്ന ഉദ്യോഗസ്ഥൻ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിക്ക് അതിജീവതയുമായി പ്രത്യേക തരത്തിലുള്ള രഹസ്യബന്ധമുണ്ടെന്ന് സ്പഷ്ടം. ഇനി അടുത്തത് പ്രതിഭാഗം വാദങ്ങൾ. പെൺകുട്ടിയുടെ നോട്ട്ബുക്കിൽ ആദ്യം പപ്പൻ മാഷിനെ ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെന്നും എഴുതിയിട്ടുണ്ട്. വാദിഭാഗം വാദങ്ങൾ. കുട്ടി എഴുതിയ 2 എഴുത്തുകളും വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണെന്ന് പ്രഥമദൃഷ്ട്യാ മനസ്സിലാകും. ഇപ്പോൾ ഇഷ്ടമല്ല എന്ന് പിന്നീട് എഴുതിയതാണ്. അതിജീവതയും പ്രതിയുമായി പ്രത്യേക ബന്ധമുണ്ടെന്ന് ഇതിൽ നിന്ന് തെളിയുന്നു. പ്രതിഭാഗം വാദങ്ങൾ. പെൺകുട്ടിയുടെ മാനസിക നില ശരിയല്ല. കുട്ടി കഥകൾ ഉണ്ടാക്കുന്നു. മൊഴികളിൽ വൈരുദ്ധ്യം. വാദിഭാഗം വാദങ്ങൾ. കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം കാണാമെങ്കിലും എല്ലാ മൊഴികളിലും പ്രതി ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ച കാര്യം പറയുന്നുണ്ട്. 2. നിരന്തരമായ ചോദ്യം ചെയ്യലിലും കുട്ടിയുടെ ഉത്തരങ്ങളിൽ പോലീസ് അവിശ്വാസം പ്രകടിപ്പിച്ചതും പ്രതിയിൽ നിന്നുള്ള ലൈംഗിക പീഡനവും കുട്ടിയുടെ മാനസിക നില താളം തെറ്റാനിടയുണ്ട്. LSS സ്കോളർഷിപ്പിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത കുട്ടിയായതിനാൽ ഈ സമയം കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അനുമാനിക്കാവുന്നതാണ്. സബ്സിക്വൻറ്റ് കോണ്ടാക്ട് ഓഫ് ദി അക്യൂസ്ഡ് FIR രജിസ്റ്റർ ചെയ്യുന്നത് രാത്രി 9 മണിക്കാണെങ്കിലും പ്രതിക്ക് വൈകുന്നേരം 3:30 മണിക്ക് തന്നെ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ വെച്ച് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച്
ഹെഡ് മാസ്റ്റർ മുഖേന വിവരമറിയുന്നു. സഹപ്രവർത്തകരോട് പോലും താൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ കുട്ടിയുടെ പേര് പോലും തിരക്കാതെ ഒളിവിൽ പോകുന്നു. പിന്നീട് ഹെഡ് മാസ്റ്ററെ നേരിൽ കാണുന്നത് പോലും മാസങ്ങൾ കഴിഞ്ഞ് ജാമ്യം ലഭിച്ച ശേഷം മാത്രം. കുറ്റപത്രം നൽകിയ അന്വേഷണ സംഘത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം കുട്ടിയെ നിരീക്ഷിച്ച് കുട്ടിക്കൊരു വിശ്വാസമുണ്ടാക്കിയെടുത്ത് സത്യം പറയാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അത് അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. മേൽ സംഗതികളെല്ലാം തന്നെ പ്രതിക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കുറ്റപത്രം കൊടുക്കാൻ പര്യാപ്തമല്ലേ? മറ്റേത് വകുപ്പ് പ്രകാരമാണ് കുറ്റപത്രം നൽകാൻ കഴിയുക? ബാത്റൂമിലെ ടൈലുകൾക്കിടയിൽ രക്തക്കറയുണ്ടെന്ന സംശയം തോന്നിയതും അത് പൊട്ടിച്ചെടുത്തതും പരിശോധന നടത്തിയതും പരിശോധനാഫലം കോടതിയിൽ ഹാജരാക്കിയതും സയൻറ്റിഫിക് ഓഫീസറാണ്. പരിശോധനയ്ക്ക് ആവശ്യമായ എത്ര അളവ് രക്തം കിട്ടിയില്ല എന്ന് അവർ രേഖപ്പെടുത്തിയത് അതാണ് അവർ കോടതിയിൽ കൊടുത്തത്. കൃത്രിമ തെളിവുണ്ടാക്കാനാണെങ്കിൽ ആ രക്തത്തിൻ്റെ അളവ് ആവശ്യത്തിനാക്കാമല്ലോ. ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതും പോക്സോ വകുപ്പ് ചേർത്തതും അതേ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തതും 90 ദിവസം റിമാൻഡ് ചെയ്തതും കുറ്റപത്രം നൽകിയ അന്വേഷണ സംഘമല്ല, ആദ്യഘട്ടത്തിലെ അന്വേഷണ സംഘമാണ്. പ്രതിയുടെ അറസ്റ്റിന് കാലതാമസം വന്നത് സഹവിദ്യാർത്ഥിയുടെ മൊഴിപ്പകർപ്പ് കോടതിയിൽ നിന്ന് ലഭിക്കാനുണ്ടായ കാലതാമസം ഒരു കാരണമായിട്ടുണ്ടാവാം. ഒരു തെളിവുമില്ലാതാണോ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്? 90 ദിവസം ജയിലിൽ കിടത്തിയ ശേഷം എന്ത് വെളിപാടാണ് പോക്സോ വകുപ്പ് നിലനിൽക്കില്ലെന്ന് പറയാൻ ഉണ്ടായത്? കുട്ടിയുടെ മൊഴിയും പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും മെഡിക്കൽ എവിഡൻസും വിശ്വാസത്തിലെടുത്താണ് കോടതി പ്രതിയെ ശിക്ഷിച്ചത്. വിധിപ്പകർപ്പ് നോക്കൂ ദയവായി. പ്രതിക്ക് മേൽക്കോടതിയിൽ പോകാൻ അവകാശമുണ്ട്. മേൽക്കോടതിയും പരിശോധിക്കട്ടെ. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അത് ബഹുമാനപ്പെട്ട കോടതിക്ക് വിട്ടേക്ക്. ന്യായീകരിക്കാൻ സഹായിക്കാം, പക്ഷേ മറ്റുള്ളവരെ അപമാനിച്ചാവരുത്, പ്രത്യേകിച്ച് ജുഡീഷ്യറിയെ. കേട്ടല്ലോ, എത്ര കൃത്യമാണ് ആ മനുഷ്യൻ കുറിച്ചിരിക്കുന്നത്. ആ കുറിപ്പിൽ അദ്ദേഹം എഴുതി പോകുമ്പോൾ ഇവരൊന്നും ഈ കഥയെഴുത്തുകാരോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വിദഗ്ധരോ എഴുതി കൊടുക്കാൻ പെയ്ഡ് ആളുകളോ ഇല്ലാത്തതുകൊണ്ട് അക്ഷരത്തെറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് വായിക്കുന്ന കേൾക്കുന്ന ഒരാൾക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റില്ല. അത്ര ക്രൂരമായിട്ടും ആസൂത്രിതമായിട്ടുമാണ് ആ കുഞ്ഞിനെ ചെയ്തത്. കണ്ടില്ലേ ആ സംഭവങ്ങൾ ഓരോന്നും? ഇവൻ ആ ദിവസം ഈ കുട്ടിയുടെ ഉമ്മയെ വിളിക്കുന്നതും വാപ്പയില്ലാത്തൊരു കുഞ്ഞായിരുന്നു എന്നുള്ളതും ആ മോളുടെ വയസ്സ് വെറും 10.5 വയസ്സ് മാത്രമായിരുന്നു എന്നുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനെ യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. ഈ ശിക്ഷയൊന്നും മതിയാവുന്നതല്ല. ഇവന് ഇതിൻ്റെ അപ്പുറത്തെ ശിക്ഷയാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം നൽകേണ്ടത്. എന്നിട്ട് അവനെ വെളുപ്പിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്ന്. ആ രേഖ, ഈ രേഖ, മറ്റേ രേഖ എന്ന് പറഞ്ഞിട്ട് അവനെ വെളുപ്പിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും അതിനെ മറ്റു പല കോണുകളിലേക്കും കൊണ്ടു കെട്ടാനും ഇറങ്ങുന്ന ഹരീന്ദ്രൻ സാറന്മാരെ ഈ പറഞ്ഞതുപോലെ ന്യായീകരിച്ചുകൊണ്ട് അതിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയും സുഡാപ്പിയും കയറ്റിക്കൊണ്ട് രംഗത്ത് വരുന്ന മറ്റു കുറേ മൊയ്ലിയാക്കന്മാർ. ഇതിൽ ഒരു മൊയ്ലിയാരുടെയും പിന്തുണ ആവശ്യമില്ല. ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പിന്തുണ ഈ കുഞ്ഞിന് വേണ്ട. ഈ കുഞ്ഞിന് വേണ്ടത് പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയാണ്. അല്ലെങ്കിലും ഈ പറയുന്ന ഗണത്തിൽ വരുന്നവരൊക്കെ ഇതൊക്കെ വിറ്റിട്ടല്ലേ ഉള്ളൂ. വിൽപ്പനക്കാരാണല്ലോ, ഇതിൻ്റെ ഗുണഭോക്താക്കളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആരുടെയും ഒന്നും വേണ്ട. പക്ഷേ ഈ കുഞ്ഞ് കേരളത്തിൻ്റെ പൊതുസമൂഹ മനസാക്ഷിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവളെ ഒന്ന് കൺമുന്നിൽ നിർത്തിക്കൊണ്ട് വേണം ഈ രത്നകുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ കുറിപ്പ് വായിക്കാൻ. ഇത് വായിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിയില്ല. അതാണ് സത്യം.